ദൈവം നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ദൈവം നോക്കുന്നത് ക്വാളിറ്റിയാണ്. ദൈവം വോളിയമല്ല നോക്കുന്നത്, നമ്മുടെ വാല്യൂ ആ ദൈവം നോക്കുന്നത്. പ്രിയരെ, കൃപയെക്കുറിച്ചും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ചും ഉള്ള സംശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനത്തിലൂടെ ജനത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വിശുദ്ധ വേദപുസ്തകവും നിങ്ങളുടെ നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഈ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആത്മാവോടൊപ്പം പങ്കെടുക്കാം. ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യേശു ക്രിസ്തു കാൽവരി ക്രൂശ് എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ, തുടർന്ന് നമ്മൾ വല്ലതും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പ്രിയ സഹോദരങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. തുടർന്ന് നാം ചെയ്യേണ്ടതായിട്ടുള്ളത് ഹയർ കോളിംഗ് ആണ്. ഹയർ കോളിംഗ്, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പൗലോസ് എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് വായിക്കാം ഒരു ഉറപ്പിന് വേണ്ടി. എൻ്റെ 12-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. എൻ്റെ 14 വായിച്ചിട്ട് 12 നമുക്ക് വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റേ രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവർത്തനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട അപ്പോസ്തലനായിരിക്കുന്ന വ്യക്തി. ഒന്ന് ഞാൻ ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു? പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അദ്ദേഹം ഓടുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ പ്രസ് ഓൺ ടുവേഴ്സ് ദ ഗോൾ ആൻഡ് ടു ദ പ്രൈസ് ഓഫ് ദ ഹൈ കോളിംഗ് ഓഫ് ഗാഡ്. എൻ്റെ പേരാണ് ഹൈ കോളിംഗ് ഓഫ് ഗാഡ്. പരമവിളിയും മലയാളം പറയുമ്പോൾ ഹൈ കോളിംഗ് ഓഫ് ഗാഡ്. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹൈ കോളിംഗ് ഓഫ് ഗാഡ് ഇൻ ക്രൈസ്റ്റ്. അത് ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ അല്ല, ക്രിസ്തുവിൻ്റെ വിളിയല്ല. ഇത് ക്രിസ്തുവിൽ പിതാവിൻ്റെ വിളിയാണ്. ഇത് രണ്ടും വേറെയാണ്. വ്യക്തമായിട്ട് ഒന്നുകൂടി പറയാം, ഇത് ക്രിസ്തുവിലുള്ള പിതാവിൻ്റെ വിളിയാണ്. ഈ വിളി നമ്മളെ ദൈവത്തിൻ്റെ മകനായിട്ടാണ് വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്, അത് തീരാൻ വരുന്നതേ ഉള്ളൂ, ജയിക്കുന്നവർ ഇത് അവകാശമാക്കും. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:6 പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഈ 19:30 യോഹന്നാൻ 19:30 യേശു ക്രിസ്തു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതാ ബൈബിളിൻ്റെ അവസാനവും ഇത് വേറൊരു ഫിനിഷ്ഡ് ഉണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം, ഇറ്റ് ഈസ് ഡൺ എന്ന് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഹയർ കോളിങ്ങിൻ്റെ ഫിനിഷ്ഡാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഹയർ കോളിംഗ്? നമ്മളെ ദൈവത്തിൻ്റെ മക്കളായി വിളിച്ചിരിക്കുന്നു. വെളിപ്പാട് 21:7 എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ എനിക്ക് മകനായിരിക്കും. ക്രിസ്തുവിൻ്റെ വിളി എന്ന് പറയുന്നത് അവൻ ചിലരെ എഫെസ്യർ 4:11 ചിലരെ അപ്പസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ വിളി. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ വിളിയിൽ ദാസന്മാരായി പ്രവർത്തിക്കുക. എന്നാൽ ദൈവം ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ദാസന്മാരായിട്ടല്ല, മക്കളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതാണ് യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവദാസന്മാരാകാനല്ല, ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. പക്ഷേ അതേസമയം ക്രിസ്തുവിൻ്റെ വിളിയിൽ ദൈവദാസന്മാരെ ഇവിടെ ഉണ്ടാക്കി. അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ അകത്തെ മനുഷ്യനിൽ ദൈവപുത്രനാണ്, എൻ്റെ പുറത്തെ മനുഷ്യനിൽ ദൈവദാസനാണ്. പുറത്തെ മനുഷ്യൻ കുറച്ച് നാളത്തേക്കുള്ളൂ, അകത്തെ മനുഷ്യൻ നിത്യം ദൈവരാജ്യത്തിൽ ജീവിക്കും. ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കത്തില്ല, പുത്രനോ എന്നേക്കും വസിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ ഷാജി ജോസഫ്, അതായത് ഞാൻ തന്നെ എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന വെളിപ്പാടുകൾ എഴുതിയ ബുക്കുകൾ അനേക ദൈവദാസന്മാർക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി, അഭിഷിക്തർക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി. നിങ്ങൾക്ക് OM ബുക്ക് ഷോപ്പുകളിൽ അത് ലഭിക്കുവാനായിട്ട് ഇടയായി. OM ആണ് അത് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഗൾഫ്, ദുബായ്, ട്രിനിറ്റി ചർച്ച്, ഇവിടെ എല്ലാം ബുക്ക് ഷോപ്പുകളിലും എല്ലാം നിങ്ങൾക്കത് കിട്ടുവാനായിട്ട് ഇടയാകും. നിങ്ങളത് ചോദിച്ചു വാങ്ങുക. ഇല്ല എങ്കിൽ നിങ്ങളവിടെ പറഞ്ഞ് ഷാജി ജോസഫിൻ്റെ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരണമെന്ന് നിങ്ങൾ പറയുക. അതിൽ പല സീരീസ് ബുക്കുകളുണ്ട്. ബുക്ക് നമ്പർ 1, 2, 3 അതെല്ലാം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അടക്കമുള്ള സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, മനുഷ്യൻ എന്ത് സംഭവിച്ചു, എല്ലാ ചിത്രങ്ങളോട് കൂടിയ ഇലിസ്ട്രേഷൻസ് നിങ്ങളതിൽ കാണാം. എസ്പെഷ്യലി ദൈവദാസന്മാർക്കും വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അമൂല്യമായൊരു നിധിയാണ്. അനേക ദൈവദാസന്മാർ അതിൽ അവരുടേതായ കാഴ്ചപ്പാട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
നിങ്ങളത് വാങ്ങിക്കുന്നുവെങ്കിൽ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനിടയാകും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ദൈവദാസന്മാർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ തലമുറകൾക്ക് ചെയ്യുന്നൊരു ഉപകാരമായിരിക്കും അത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഈ ചോദ്യത്തിന് പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ദൈവദാസന്മാർക്ക് ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയരെ, ചോദ്യം ശ്രദ്ധിച്ചോളൂ. പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ചവർ എങ്ങനെയാണ് ആ വിശ്വസിച്ചതെന്ന് തെളിയിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിച്ചവർ വിശ്വസിച്ച് തെളിയിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിനെ അനുസരിക്കുന്നത് മൂലമാണ് നാം തെളിയിക്കുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടം. നാം വിശ്വസിച്ചു, തുടർന്ന് ആ വിശ്വാസം ശരിയാണോ എന്ന് തെളിയിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടം. അതാണ് നാം തുടർന്ന് തെളിയിക്കുന്നത്. അത് ക്രിസ്തുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്. ഇതുകൊണ്ടാണ് യോഹന്നാൻ 3:16 നമ്മൾ വായിച്ചു. എന്നാൽ ക്രിസ്തു വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. എന്നാൽ അതിൻ്റെ എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്നുള്ള അതിൻ്റെ ലാസ്റ്റ് ഭാഗം 3:36 എഴുതിയിട്ടുണ്ട്. ക്രിസ്തു വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവരോ നിത്യജീവൻ കാണുകയില്ല. കണ്ടോ? അപ്പോൾ പുത്രനെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ലൂക്കോസ് 6:46 നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അതായത് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്നെ കർത്താവെ കർത്താവ് എന്ന് പറയും. അതായത് നിങ്ങളെന്നെ വിശ്വസിച്ചു, നിങ്ങളെന്നെ കർത്താവെ സ്വീകരിച്ചു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. 6:46 നിങ്ങളെന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അങ്ങനെ കർത്താവിനെ അനുസരിച്ചാണ് നാം തെളിയിക്കുന്നത്. നാം യഥാർത്ഥ വിശ്വാസകരാണ് എന്ന് നാം തെളിയിക്കുന്നത് അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ന്യായവിധി ദിവസത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മത്തായി 7:21 യേശുക്രിസ്തുവിൻ്റെ ന്യായാസനം അവിടെ ആ സാമ്പിൾ ജഡ്ജ്മെൻറ്റ്, അതായത് SLCക്ക് ഒരു സാമ്പിൾ മോഡൽ എക്സാം ഉള്ളതുപോലെ ഒരു മോഡൽ ന്യായവിധിയാണ് കർത്താവ് മത്തായി 7:21, 22, 24 കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ അബ്ദത്തിൽ അവിടെ ചെന്ന് വീടുവാനിടയാകും അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ. അതായത് ഒരു കൂട്ടം ബിലീവേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചവരാ. കർത്താവരോട് പറഞ്ഞു, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. അനുസരിക്കണം, നിങ്ങൾ അനുസരിച്ച് ദൈവപുത്രന്മാരായി തെളിയണം. ഇതാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം. അത് ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. ഒരു കൂട്ടം ദൈവദാസന്മാർ പറഞ്ഞു, ഞങ്ങൾ അഭിഷിക്തമായ ആ വേലകൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യം. അതിൻ്റെ അർത്ഥം അവർ അനേക കൺവെൻഷൻസും ക്രൂസൈഡും ഒക്കെ നടത്തി അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നവരായിരിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, അത്രയും പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടുപോകും. കാരണം അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല അനുസരണത്തിലൂടെ. കാരണം എങ്ങനെ അറിയാം? കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവർ. കാരണം അധർമ്മം എന്ന് വെച്ചാൽ പാപമാണ്. എല്ലാ ധർമ്മവും പാപമാണ്, പാപം ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ ഒരിക്കലും യേശുക്രിസ്തു കർത്താവായി സ്വീകരിച്ചു, കർത്താവായി യേശു കാൽവരിയിൽ മരിച്ചത് പാപത്തിന് വേണ്ടി, അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാം. നോ 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 നോ. അബ്ദത്തിൽ നാം ഒരു പാപം ചെയ്താൽ, പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് കഴുകുവാനായിട്ടുണ്ട്. പക്ഷേ യേശു എല്ലാ വീണ്ടും പാപം ചെയ്താലും കുഴപ്പമില്ല, യേശു പാപത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ടെന്നുള്ള മനോഭാവത്തിൽ നാം ജീവിച്ചാൽ അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടിടാനിടയാകും. പകരം വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവകരങ്ങളിൽ വചനത്തിലൂടെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ ജയം പ്രാപിക്കുവാനിടയാകും. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? ശ്രദ്ധിച്ച്, കർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. കർത്താവിനെ ഇപ്പോൾ പറഞ്ഞത് തന്നെ, കർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് റിപ്പൻറ്റ് ആൻഡ് ഫോളോ ജീസസ്. റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റിപ്പൻറ്റ്. ഇതാണ് യേശുവിൻ്റെ സുവിശേഷം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. നമ്മൾ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക, എന്നിട്ട് യേശുവിനെ അനുഗമിക്കുക. ഇത്രയുള്ള യേശുവിൻ്റെ സുവിശേഷം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ലോകത്തിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുകയാണ്, ലോകം നേടാൻ നിൽക്കുകയാണ്. ഒന്നും കിട്ടാനില്ല. ലോകം നേടി കഴിച്ച് പണിയെടുത്ത് ധാരാളം നേടി ബാങ്കുകളിലെല്ലാം അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് കാണുന്ന ലാൻഡും എല്ലാം വാങ്ങി ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഒരു പ്ലെയിൻ ആക്സിഡൻറ്റിലോ കാർ ആക്സിഡൻറ്റിലോ ഹാർട്ട് അറ്റാക്കിലോ സാധാരണ മരണത്തിലോ രോഗത്തിലോ പെട്ടെന്ന് മാറ്റപ്പെട്ടു. ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നേടിയത് മുഴുവൻ അപ്രത്യക്ഷമാകുകയാണ്, നഷ്ടപ്പെടുകയാണ്, നമുക്ക് ഇല്ലാതെയാകുകയാണ്. ലോകം ദർശനത്തിൽ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ലോക ജീവിതത്തിൻ്റെ ഫ്ലഷ് ജീവിതം കൊണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റും ഇല്ല, അത് ഇല്ലാതെയായി പോവുകയാണ്. ആ ഒരു ദർശനത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിന് അന്തരം വരുത്തി ഇനി ലോകം നേടാനല്ല, പകരം ചെറിയ ആട്ടും കൂടെ ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങൾക്ക് ഒരു പിതാവ് പ്രസാദിച്ചു. ആ ദൈവരാജ്യം നേടുവാനുള്ള ആ ദർശനത്തിലേക്ക് നിങ്ങൾ യൂട്ടേൺ എടുക്കണം. ധൂർത്തപുത്രൻ ലോകത്തിലേക്കുള്ള യാത്ര, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ലോകത്തിലേക്കുള്ള യാത്രയെ 180 ഡിഗ്രി, അതായത് 90 ഡിഗ്രി തിരിഞ്ഞ് 180 ഡിഗ്രി തിരിഞ്ഞ് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരുന്നത് പോലെ, മടങ്ങി വരുന്നത് പോലെ നമ്മൾ തിരിയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ ദർശനം മാറുകയാണ്. പിന്നെ ലോകത്തിലേക്കില്ല, പകരം ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിലേക്കാണ്.
അങ്ങനെ നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. യേശു അങ്ങോട്ടാ പോയേ? സ്വർഗ്ഗരാജ്യത്തിലേക്ക്. യേശു പറയാണ് കം ഫോളോ മീ. യേശുവിനെ അനുഗമിച്ചാൽ നമ്മൾ ചെല്ലുന്നത് സ്വർഗ്ഗരാജ്യത്തിലേക്കാണ്. പക്ഷേ യേശുവിന് വേണ്ടി പോകുന്നത് സ്വർഗ്ഗരാജ്യത്തിലേക്കല്ല. യേശുവിന് വേണ്ടി പോകുന്നത് നമ്മൾ വന്ന ഡയറക്ഷനിൽ തന്നെ, ലോകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. യേശുവിന് വേണ്ടി പോകുന്നത് ദാസനായ മനുഷ്യനാണ്, പുറത്തെ മനുഷ്യൻ. പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നത് അകത്തെ മനുഷ്യൻ. യേശുവിന് വേണ്ടി പോകുന്ന പുറത്തെ മനുഷ്യൻ ഇതാ ഒരു കൈത്തിരികൾ കത്തി എരിഞ്ഞൊരിക്കൽ ഈ ശരീരത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, തിരുമാറി തീർന്നിടും, ഈ ലോകത്ത് തീരും. അത് ദാസനായിട്ട് പോവുകയാണ് ബൈബിളും കൊണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി ദാസൻ്റെ പരിപാടിയാണ്. ഇത് അധിക ദിവസങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ സത്യത്തിൽ വഴി നടത്താനോ കഴിയത്തില്ല. എൻ്റെ ശരീരം ദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇവിടെ വീഴുവാനും ഞാൻ എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനിടയാകും. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തിലാണ്. സമയം അനുസരിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ അകത്തെ മനുഷ്യൻ സമയത്തിലല്ല, നിത്യതയിലാണ്, ദൈവരാജ്യത്തിലാണ്. അത് പുത്രനാണ്, പുറത്തെ മനുഷ്യൻ ദാസനാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഫാദേഴ്സ് ബിസിനസ്സിലുള്ള പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ദേവദാസന്മാർ നിശ്ചയമായും നിങ്ങളത് വായിക്കുവാൻ മനസ്സിലാക്കുവാൻ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയാക്കട്ടെ. തുടർന്ന് റിപ്പൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം യേശുവിനെ അനുഗമിക്കുന്നവരാണ്. എങ്ങനെ യേശുവിനെ അനുഗമിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. ലൂക്കോസ് 9:23 ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. ആദ്യം നമ്മുടെ തീരുമാനമാണ് ഇച്ഛ, ഡിസയർ നിന്ന് വചനം നമുക്ക് ഇപ്പോൾ ഡിസയർ തരിക, അതിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ. ആ ഡിസിഷൻ നമ്മൾ എടുക്കണം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. മലയാളം ട്രാൻസ്ലേഷൻ പലപ്പോഴും അതിൻ്റേതായ ലെവലിലേക്ക് വരുന്നില്ല. നീ ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ, അവൻ്റെ ആഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ അവൻ്റെ തീരുമാനമാണ് അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതിനെല്ലാം വലിയ കാരണങ്ങളുണ്ട്. ഈ യാത്രയിലാണ് നമ്മളുടേതായ ആ ലോക ജഡ സ്വഭാവങ്ങളെ മാറി നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനായിട്ട് ഇടയാകുന്നത്. ഇങ്ങനെ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് 2 പത്രോസ് അതിൻ്റെ 3 മുതൽ അല്ലെങ്കിൽ 4 മുതലുള്ള വാക്യങ്ങൾ, 11 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, മനുഷ്യൻ്റെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യനുള്ളാവുന്ന ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിലേക്കുള്ള, പുത്രൻ രാജ്യത്തിലേക്കുള്ള പ്രവേശനം വളരെ വിശാലമായി നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുവാനായിട്ടിടയാകും. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് കടന്നു വരാം. 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അത് എഴുതിയിരിക്കുക. 3-ാം വാക്യം മുതൽ. അത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യമാണ്. പക്ഷേ നമ്മളതെല്ലാം മുറിഞ്ഞ സുവിശേഷമായി നമ്മൾ പലതിനെ എടുക്കുന്നത് കൊണ്ട് അബദ്ധമാണ്. മുറിഞ്ഞ സുവിശേഷമായിട്ട് എടുക്കരുത്. ഇവിടെ പൂർണ്ണമായിട്ട് എടുക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച, 3-ാം വാക്യം മുതൽ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതെന്തിനാ ഇതൊക്കെ തന്നിരിക്കണമെന്നതിൻ്റെ അതിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 11-ാം വാക്യം ഇതൊക്കെ തന്നതിൻ്റെ ഉദ്ദേശം എഴുതിയിട്ടുണ്ട്. അതിനാണെന്നറിയാമോ? ഇതൊക്കെ തന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. രക്ഷിക്കപ്പെട്ട നിങ്ങൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യണം? എന്തിനു വേണ്ടി ചെയ്യണം? തൊട്ട് മുകളിലുണ്ട്. അതിനുവേണ്ടിയാണ് ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അതുമാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടി നല്ല രീതിയിൽ ജീവിച്ച് അവസാനിക്കാൻ മാത്രമല്ല, പകരം ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരുകയും അങ്ങനെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കാനും ഇടയാകും. അതിനു വേണ്ടിയാണ്. അത് താഴെ എഴുതിയിരിക്കുകയാണ്, അവയാൽ, ഏതാൽ, ഈ വാഗ്ദത്തങ്ങളാൽ, ഈ പരിജ്ഞാനത്താൽ. ശരിക്ക് തൻ്റെ 3-ാം വാക്യം മുതൽ ഒന്നുകൂടി വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. എല്ലാം വാക്കുകളിലൂടെ, വേർഡുകളിലൂടെ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളാൽ, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്. അപ്പം ലോകത്തിൽ നമുക്ക് ഒരു മോഹം ജനിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അത് നാശത്തിലേക്ക് പോവുകയുള്ളൂ. നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനിടയാകുന്നു. ദിവ്യ സ്വഭാവത്തിന്, യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരാൻ നമ്മളിടയാകുന്നു. അപ്പോൾ ഇവയാളുടെ ലക്ഷ്യം അതാണ്, ദൈവ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരാൻ. എന്തിനാണ് ദൈവ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്നേ? ദൈവം ഇപ്പോൾ ഈ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവം തൻ്റെ മക്കളെ ദൈവപുത്രന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദൈവം ഒരു പ്രൊജക്റ്റില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാം, നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ദൈവം ഒരു വേല ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ കൂട്ടുവേല എന്താണ്? ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ, മക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അങ്ങനെ ദിവ്യ സ്വഭാവത്തിൽ നാം കൂട്ടാളികളായി തീരുകയും അതിൻ്റെ പ്രോസസ്സാണ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന്. തുടർന്ന് 11-ാം വാക്യത്തിൽ പറയുക, ഇങ്ങനെ ഈ ദിവ്യ സ്വഭാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദൈവരാജ്യത്തിലേക്കുള്ള പുത്രൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതെങ്ങനെയാണെന്നൊന്ന് വായിച്ചു പോകാം. അതിൻ്റെ പ്രോസസ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള ഒരു ടൈം നമുക്ക് ഇവിടെ അതിനില്ല. നിങ്ങൾ അതിൻ്റെ ബുക്ക് നിങ്ങൾ വായിച്ചാട്ടെ. ആത്മലോക ആത്മീയ വളർച്ച എന്നുള്ള 1-ാമത്തെ പുസ്തകം, ജയിക്കാനായി വീണ്ടും ജനിച്ചവർ എന്ന 2-ാമത്തെ പുസ്തകം, അതോടൊപ്പം തന്നെ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ പുസ്തകം, ഇനി ഡബിൾസ് ബിസിനസ് എഗൈൻസ്റ്റ് ഫാദേഴ്സ് ബിസിനസ് എന്നുള്ള 4-ാമത്തെ പുസ്തകം വരുന്നുണ്ട്. അത് നിങ്ങൾ അത് ഓൾറെഡി എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ബുക്കുകളൊക്കെ വായിച്ച് ജനത്തിന്, ലോകത്തിന് ഒരു പ്രകാശവും ദീപവും ഒക്കെ ആയിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതിൻ്റെ ആ പ്രോസസ്സ് കൂടി നമുക്കൊന്ന് അവിടെ നിന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്? അത് നിമിത്തം നിങ്ങൾ തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളേറ്റവും ഉത്സാഹിക്കണം. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്കിതുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, അപ്പോൾ സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അത് അവസാനം വന്ന് നിൽക്കുന്നത് സ്നേഹത്തിൽ. ഏത് സ്നേഹം എന്നറിയാം? മനുഷ്യ സ്നേഹമല്ല, ആ ഭാഗം അഗാപ്പയാണ്. ദൈവസ്നേഹം ഈ പ്രോസസ്സിലൂടെ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവ സ്വഭാവം ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിൽ, എഴുതിയിരിക്കുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. ഉണ്ടോ? കുരുടന്മാരായ വഴികാട്ടികൾ എന്ന് പറയുന്നത് ഈ ദൈവസ്വഭാവം ഒരു മനുഷ്യനിലേക്ക് ഡെവലപ്പ് ചെയ്യുവാൻ തക്കവണ്ണം അവർ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ഈ അഗാപ്പ ഉണ്ടാകാൻ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് അഗാപ്പയല്ല, ദൈവസ്നേഹമല്ല, മനുഷ്യ സ്നേഹമാണ്. നീ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ നിനക്ക് തരാം, നീ എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. പക്ഷേ ദൈവസ്നേഹം ശത്രുവിനെ സ്നേഹിക്കുന്നതാ. ഇത് വ്യത്യാസമുണ്ട്. ഇത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹമല്ല, അപ്പൻ മകൻ തമ്മിലുള്ള സ്നേഹമല്ല, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹമല്ല. അഗാപ്പ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ദൈവസ്നേഹം ഇത് നമ്മുടെ ഉള്ളിലില്ല. ഇത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എങ്ങനെ? യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രോസസ്സ് അവിടെ പറഞ്ഞത്. എന്നാൽ സാധാരണ മനുഷ്യ മനസ്സിന് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇതിൻ്റെ അവസാനം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ഇതിലൂടെ അവസാനം ഈ എൻജിൻ പ്രവർത്തിച്ചാൽ, ഈ പ്രവർത്തന ശൈലിയിൽ പ്രവർത്തിച്ചാൽ, അതായത് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹവും, അഗാപ്പെ. അങ്ങനെ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുരുടന്മാരല്ല. അല്ല എങ്കിൽ കുരുടന്മാരാ. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവൻ ഷോർട്ട് സൈറ്റഡാണ്. ലോകത്തിലുള്ളത് മാത്രമേ അവൻ കാണുന്നുള്ളൂ. ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ അനുഗ്രഹങ്ങളിലൂടെ, ഈ വാഗ്ദത്തങ്ങളിലൂടെ എല്ലാം ലോകത്തിൽ നമുക്ക് കിട്ടാനുള്ളത്, ലോകത്തിലുള്ളതൊക്കെ നമുക്ക് തന്നെന്നും പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നില്ല. അപ്പുറത്തേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിൻ്റെ ഇമേജിലേക്ക് നാം കടന്നു വരണം. ഇത് നമ്മൾ കടന്നു വരണം. ഓൾറെഡി നിങ്ങൾ ഒരുപക്ഷെ പറയും, അറിവില്ലാത്തവൻ പറയും, നമ്മൾ ഓൾറെഡി ദൈവാനുരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ടു, ജനിച്ചു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ശരിയാണ്. ഇൻ അവർ സ്പിരിറ്റ്, ഓൾറെഡി നമ്മുടെ സ്പിരിറ്റ് ദൈവരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ബട്ട് നോട്ട് അവർ സോൾ. നമ്മുടെ സോളല്ല. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള സോളാ, എ ലിവിങ് സോൾ, ജീവനുള്ള ദേഹി. ഉൽപ്പത്തി 2:7, 1 Corinthians 15:45. ആ സോളിൻ്റെ സാൽവേഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാൽവേഷനായി മാറുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തം, ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് യുവർ സോൾ. നിങ്ങളുടെ വചനപുസ്തകത്തിൽ 1 പത്രോസ് 1:9 പറയുന്ന മലയാളം ട്രാൻസ്ലേഷൻ ഈസ് റോങ്. 1:9 നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. കാൽവരി ക്രൂശിലെ യേശുവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൽ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാ. പക്ഷേ അവൻ അതുമാത്രം വെച്ചോളൂ. ഈ പ്രോസസ്സിലേക്ക് അവൻ കടന്നു വന്നത് യേശുവിൻ്റെ ദിവ്യസ്വഭാവത്തിലെ കൂട്ടാളിയാകാൻ പോയില്ല. അവൻ കുരുടനാ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാ. ഇനി ഇതുണ്ടായാലോ? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിക്കുക. നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ദൈവപുത്രന്മാരായിട്ടാണ്.
അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. ആരാ തിരഞ്ഞെടുക്കപ്പെടുക? വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും. അപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവപുത്രനായിട്ടാണ്, നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ദൈവപുത്രനായിട്ടാണ്. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ജയം പ്രാപിക്കുകയും, എങ്ങനെ ഈ പ്രോസസ്സിലൂടെ യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ കടന്നു വരികയും, അങ്ങനെ എങ്ങനെ യേശുവിനെ അനുഗമിക്കാം? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്ത് നിങ്ങൾ എൻ്റെ പിന്നാലെ വരട്ടെ. എൻ്റെ ക്രൂശ് എടുക്കാത്തവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുക ഇല്ല. ലൂക്കോസ് 14:27 ആ ഭാഗങ്ങളാണ് നമ്മളിത് കാണുവാനായിട്ട് ഇടയാകുന്നത്. മറ്റത് ലൂക്കോസ് 9:23. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക. ആ വായിച്ച ആ ഭാഗം 1 Peter chapter 1:9 കൂടി വായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തം അവർ എഴുതിയിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും, മലയാളം ബൈബിൾ തെറ്റ്, ട്രാൻസ്ലേഷൻ റോങ്, ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ, റിസീവിങ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. റിസീവിങ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ദേഹിയുടെ രക്ഷ പ്രാപിക്കുകയും. ആരോടാ പറയുന്നത്? ആത്മാവിൽ രക്ഷിക്കപ്പെട്ടവരോട്, ഒളിക്കൽ രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്. സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ടവരോട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച് റോമ 8:23 ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിനായി കാത്തുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്. എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനം? ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. 1 പത്രോസ് 1:9. അപ്പോൾ പ്രിയരെ, അത് നഷ്ടപ്പെടുത്താതെ ഇതാ ഈ പ്രോസസ്സിൽ, ദൈവം വെച്ചിരിക്കുന്ന പ്രോസസ്സിൽ, ഏതാണ് ആ പ്രോസസ്സ്? ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഇവിടെയാണ് കർത്താവ് പറയുന്നത്. എന്താണ് കർത്താവിനെ അനുസരിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത്രയേ ഉള്ളൂ, ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഇതാ യേശു പറയുന്നത്, ഫോളോ മീ. ലോകത്തിൻ്റെ കൾച്ചറല്ല, സ്വർഗത്തിൻ്റെ കൾച്ചർ നിന്നിൽ നിറഞ്ഞ് സ്വർഗം നിന്നിലൂടെ ഭൂമിയിൽ വരണം. രണ്ട് രീതിയിൽ സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കാം. ഒന്ന്, വിശ്വാസത്തിൽ യേശു നമ്മളിലൂടെ ജീവിക്കണം. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കട്ടെ. മറ്റേ രീതിയിൽ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം, യേശുവിനെ അനുഗമിച്ച് നാം പ്രാപിച്ച് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. എങ്കിൽ ഇത് രണ്ടും കൂടി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുവെങ്കിൽ എത്ര ബ്യൂട്ടിഫുള്ള സഹോദരങ്ങളെ. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം, രണ്ടും നടക്കണം. ഒന്ന്, 1 Corinthians 13 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപകളിലൂടെ, കൃപാവരങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. പരിജ്ഞാനത്തിലൂടെ, ജ്ഞാനകരമായ വാക്കുകളിലൂടെ, പരിജ്ഞാനത്തിലൂടെ, പ്രവചനത്തിലൂടെ. ഇതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുക. 1 Corinthians 13 പറയുന്നത് നിനക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുക. കാരണം സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരിക, സ്വർഗത്തിൻ്റെ സ്വരം ഭൂമിയിൽ കൊണ്ടുവരികയാണ്. സകല മർമ്മങ്ങളും ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. നിങ്ങൾ ശുശ്രൂഷ നിങ്ങൾ പറയുന്നു, ഇതാ മേരി മേരി മേരി, ഈ കൂട്ടത്തിലൊരു മേരിയുണ്ട്, മേരിക്ക് തലവേദനയുണ്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? സ്വർഗത്തിലധികം വെളിപ്പെടുത്തുന്ന, സ്വർഗത്തിൽ നിങ്ങൾ ഭൂമിയിൽ കൊണ്ടുവരികയാണ്. പ്രവചിക്കുന്നു, സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വരം നിങ്ങളെ അറിയിക്കുന്നു. ഈ കൂട്ടത്തിലൊരു ശരവണനുണ്ട്, ശരവണന് ഇന്ന പ്രോബ്ലമുണ്ട്. എങ്ങനെയാണ്? സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റിലൂടെ നിങ്ങൾ കൊണ്ടുവരികയാണ്. സകല മർമ്മങ്ങളെ ഗ്രഹിച്ചു, അന്യഭാഷകളിൽ സംസാരിച്ചു, ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചു, പ്രവചനപരമുണ്ടായി. നിങ്ങളുടെ വിശ്വാസം, മലകളെ മാറ്റുവാൻ വിശ്വാസം, രോഗങ്ങളെ മാറ്റുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ വിശ്വാസത്താൽ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ വചനം പറയും, ഇതെല്ലാം ഉണ്ടായിട്ടും കുഞ്ഞേ നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ വട്ടപ്പൂച്ച. ദൈവ സ്വഭാവത്തിലേക്ക് നീ കടന്നു വരുന്നില്ല എങ്കിൽ, ഈ ക്യാരക്ടറിലേക്ക് നീ കടന്നു വരുന്നില്ല എങ്കിൽ, ഇതൊക്കെ ഉണ്ടായിട്ട് നീ വട്ടപൂജ്യമായി. ഇതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ആ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പാകെ ഇതാ തങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവദാസന്മാർ വന്നിട്ട് കർത്താവ് പറഞ്ഞത്, ഔട്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. കാരണം ഇവർ സ്നേഹത്തിൽ ഡെവലപ്പ് ചെയ്തില്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഡെവലപ്പ് ചെയ്തില്ല. കർത്താവ് പറയുന്ന, ഇതില്ലാത്തവൻ കുരുടനത്രേ, ഹ്രസ്വദൃഷ്ടിയുള്ളവനത്രേ, അവൻ ഷോർട്ട് സൈറ്റഡാ, അവൻ ലോകത്തുള്ളത് മാത്രമേ കാണുന്നുള്ളൂ, ലോകത്തിലെ ജനങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ജനങ്ങളെ കൂട്ടുന്നതിന് മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, ജനങ്ങളെ കൂട്ടുന്നതിലല്ല നാം ശ്രദ്ധിക്കേണ്ടേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം ജനത്തോട് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവരെ കൂട്ടുക. ദൈവം നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ദൈവം നോക്കുന്നത് ക്വാളിറ്റിയാ. ദൈവം വോളിയമല്ല നോക്കുന്നത്, നമ്മുടെ വാല്യൂ ആ ദൈവം നോക്കുന്നത്. മറന്നു പോകല്ലേ. ഞാൻ ചിന്തിക്കുന്നു, ഈ വിഷയത്തിന് കർത്താവിനെ അനുസരിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിഷയത്തിന് ദൈവം വളരെ മനോഹരമായി എന്നിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഇപ്പോൾ ചോദിക്കപ്പെട്ട സംശയം കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്നാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായ കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ഇതിൻ്റെ സംശയം ഇതാണ്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. അപ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ അത് നമ്മളുടെ പ്രവൃത്തിയല്ല, അതൊരു ഫലമാണ്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയല്ല, അത് ഫലമാണ്. മറ്റേ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വർക്കല്ല, അത് ഫ്രൂട്ടാണ് എന്ന് ഒരു സംശയമാണ് പ്രിയ ദേവദാസൻ ചോദിച്ചത്. അത് വർക്കല്ലല്ലോ, നമ്മളുടെ സ്വയപ്രവർത്തനമല്ലല്ലോ, ഫ്രൂട്ട് ആണല്ലോ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ കൃപയുടെ പ്രവർത്തനവുമായിട്ട് ചേർത്ത് പഠിക്കണം. എങ്ങനെയാണ് കൃപ നമ്മളിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മൾ ആ പ്രിൻസിപ്പിൾ നാം പഠിക്കുവാനായിട്ട് ഇടയായല്ലോ. 5 കാര്യങ്ങളാണ് മൊത്തത്തിൽ വരുന്നത്. 4 കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രാർത്ഥനയും കൂടി ചേർന്ന് 5 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നു. അതിലോ വചനത്തിലൂടെ നമുക്ക് ഇച്ഛ ലഭിക്കുന്നു, ആഗ്രഹം ലഭിക്കുന്നു. ആഗ്രഹത്തിൽ നിന്ന് ഇതൊക്കെ ആ ദൈവം തരുന്നതാണ്. തുടർന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. തീരുമാനം നമ്മുടെ പാർട്ടാണ്. എന്നാൽ തുടർന്ന് ദൈവശക്തി തരുന്നു. തുടർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവവും നമ്മളും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ലോകത്തിൽ കൃപയിലൂടെ നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം നമുക്ക് ചെയ്തു തരും. നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും, നമ്മൾ ചോദിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത ലഭിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ചിന്ത നമുക്ക് തരും. ഇച്ഛിക്കുക എന്നതും അത് തരും. ആ ഇച്ഛയിൽ നിന്ന് പിന്നെ തീരുമാനം ദൈവം എടുക്കത്തില്ല, നമ്മൾ വേണം തീരുമാനം എടുക്കാൻ. അതിന് ഇച്ഛയിൽ നിന്ന് തീരുമാനം, ആഗ്രഹത്തിൽ നിന്ന് തീരുമാനം നമ്മൾ എടുക്കുക. ഡിസിഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുവാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ള സ്വർഗീയ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി നമുക്കില്ല. ആ ശക്തി ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, അങ്ങനെ ശക്തി ലഭിച്ചാൽ തുടർന്ന് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ദൈവവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യണം. ഇങ്ങനെയാണ് കൃപ പ്രവർത്തിക്കുന്നത്. സഹോദരങ്ങൾ, ഈ ഒരു പ്രവൃത്തി മനസ്സിലായാൽ, ഈ ഒരു കാര്യം മനസ്സിലായാൽ ഇനി ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പ്രവൃത്തിയല്ല, ഫലമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളിലൂടെ ഈ ലോകത്ത് പ്രവർത്തിക്കാനാണ്. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൗലോസ് പറയാം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല, പകരം ക്രിസ്തു എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനമാണ് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായത്. 5 സ്റ്റെപ്പിൻ്റെ പ്രവർത്തനങ്ങൾ. ക്രിസ്തു എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതായത് നമ്മളുടെ വിധേയത്വത്തിലൂടെ ക്രിസ്തു നമ്മളിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുന്നു. നമ്മൾ സ്വന്തമായി ട്രൈ ചെയ്യുകയല്ല. മറ്റൊരു രീതിയിൽ എളുപ്പത്തിലൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരാം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. യേശു അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, അതായത് ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, അതായത് സ്വർഗത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തു നിന്നുള്ളവനല്ല. അപ്പോൾ 2 പേര് എവിടെ നിന്നാണ് ഉള്ളതെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമാക്കിയ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവനാണ്. ഇനി രക്ഷയുടെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു എൻഗേജ്മെൻറ്റാണ്, മനസ്സമ്മതമാണ്. അല്ല എങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ് യേശു ക്രിസ്തുവിലൂടെ ഈ സഭയിൽ നടക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി, തിരുവനന്തപുരത്തുള്ള ഒരാൺകുട്ടി, ഇവർ 2 പേരും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ
ഭൂമിയിലുള്ള സഭയും സ്വർഗത്തിലുള്ള യേശു ക്രിസ്തു. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും കൂട്ടാം. രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധം പോലെയാണിത്. കോഴിക്കോടുള്ള ആ പെൺകുട്ടി തിരുവനന്തപുരത്തുള്ള ആ ആൺകുട്ടിയുമായി വിവാഹബന്ധത്തിലേക്ക് കയറാൻ പോവുക. പ്രായപൂർത്തിയായവർ സ്ത്രീയും പുരുഷനുമായ ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കാൻ പോകും. തുടർന്ന് വിവാഹബന്ധത്തിന് മുമ്പ് സ്ത്രീക്ക് പുരുഷൻ്റെ വീട്ടിലൊരധികാരവുമില്ല, പുരുഷന് സ്ത്രീയുടെ വീട്ടിലും ഒരധികാരവുമില്ല. എന്നാൽ പരസ്പരം ഇവർ വിവാഹബന്ധത്തിലൂടെ അധികാരത്തിലേക്ക് കയറാൻ പോവുകയാണ്. ആ വിവാഹബന്ധത്തിലൂടെ സ്ത്രീക്ക് ആ പുരുഷൻ്റെ വീട്ടിൽ ആ പുരുഷൻ്റെ പേരിൽ ആ പുരുഷൻ എന്തൊക്കെ ഉണ്ടോ ഇതിലെല്ലാം ആ സ്ത്രീ തൻ്റെ അവകാശത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളൊരു വിവാഹിതനാണെങ്കിൽ നിങ്ങൾക്കറിയാം, വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരവകാശമില്ലായിരുന്നു. എൻഗേജ്മെൻറ്റിനോടുകൂടെ നിങ്ങളുടെ ഭാര്യ ആ അവകാശത്തിൻ്റെ അളവിലേക്ക് വിശ്വാസത പ്രവേശിച്ചു. എന്നാൽ വിവാഹത്തോടുകൂടെ സ്ഥിരമായി പ്രവേശിച്ചു. ഇന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളതാണ്. ഇതേപോലെ സ്വർഗത്തിലെ ഒരു പുരുഷനും ഭൂമിയിലെ ഒരു സ്ത്രീയും തമ്മിൽ ഒരു വിവാഹ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വിവാഹം നടക്കാൻ പോവുകയാണ്. ഇതാണ് ക്രിസ്തുവും സഭയും. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന്, സഭ ഭൂമിയിൽ നിന്ന്. സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാകാൻ പോവുകയാണ് ഈ വിവാഹത്തിലൂടെ. ഇതാണ് ക്രിസ്തുവിൽ ഉള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥ. കാലസമ്പൂർണ്ണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേർന്നു. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ എൻഗേജ്മെൻറ്റ്, ക്രിസ്തുവുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് കൊറിന്ത്യൻസ് 15 അധ്യായത്തിൽ നമുക്കത് കാണാം. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്യാൻ നിങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പലപ്പോഴും പലർക്കും ചോദ്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ? കുഞ്ഞെ, ആ എൻഗേജ്മെൻ്റ് ഉറപ്പിൽ നീ വിശ്വസ്തനായി നിൽക്കുക. യേശു എന്ന ഏകപുരുഷന് മാത്രമാണ് ലോകത്തിൻ്റെ പ്രമാണിയായ പിശാചിൻ്റെ ചിന്തകൾക്കോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ആ ക്രിസ്തു ഏകപുരുഷന് നിർമ്മലയായിരിക്കുക. അപ്പോൾ പ്രിയരെ, ആ യേശു ക്രിസ്തുവിന് ഒരു വിശ്വസ്തയായ ഒരു ഭാര്യയാണ് എങ്കിൽ വിവാഹം കഴിയുന്നതോടുകൂടെ ആ പുരുഷന് ആ സ്ത്രീയുടെ വീട്ടിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. സ്ത്രീക്ക് പുരുഷൻ്റെ വീട്ടിലും പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. ഇതാ പുരുഷന് സ്ത്രീയുടെ വീട്ടിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ വിവാഹത്തോടുകൂടെ സ്ത്രീ തൻ്റെ സകല ദർശനങ്ങളും എല്ലാം ഇതാ അടിയറവ് വെച്ച് പുരുഷൻ്റെ ദർശനത്തിന് ജീവിക്കാൻ തുടങ്ങുകയായി. അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥ ഭാര്യ. എൻഗേജ്മെൻറ്റിൽ വിവാഹ നിശ്ചയത്തിൽ എടുക്കുന്ന തീരുമാനം, ഞാൻ അങ്ങയുടെ വിശ്വസ്ത ഭാര്യയായി ജീവിച്ചു കൊള്ളാം, അങ്ങ് എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. തുടർന്ന് ആ വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെ
വരൻ വധുവിൽ ആഗ്രഹിക്കുന്നത് ഈ വധു പറഞ്ഞ തീരുമാനത്തിൽ വധു ഉറച്ചു നിൽക്കുന്നുണ്ടോ? വരനെ വധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? എങ്ങനെ? വധുവിൻ്റെ അവകാശത്തിലൂടെ, അതോ വധു തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണോ? ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ 15 അധ്യായത്തിൽ പറഞ്ഞത്, എബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ, എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഭാര്യ ഭർത്താവിൽ വസിക്കുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വസിക്കാം. അങ്ങനെ എഫേസ്യ ലേഖനം 2:7 പറയുന്നത് പോലെ നമുക്ക് സ്വർഗത്തിൽ വസിക്കാം. അവിടെയാണ് നമ്മൾ വിശ്വാസത്താൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. കാന്തനായ വരനായ യേശു ക്രിസ്തുവിൻ്റെ വീട്ടിൽ നമുക്ക് വസിക്കാം, സ്വർഗത്തിൽ വസിക്കാം യേശുവിലൂടെ. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നമ്മളിലൂടെ ലോകത്ത് വസിക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വർഗം വരൻ്റെ വീടും ഭൂമി വധുവിൻ്റെ വീടുമാണ്. വിവാഹ ബന്ധത്തിലൂടെ വധുവിനെ വരൻ്റെ വീട്ടിലും സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കും സ്വർഗത്തിലും, വരനെ വധുവിലൂടെ ഭൂമിയിലും പ്രവർത്തിക്കാം. സഭ വധുവാണ്. അതുകൊണ്ട് ഇനി സഭ അല്ലെങ്കിൽ സഭയിലുള്ള ഓരോ വ്യക്തികളും പ്രവർത്തിക്കേണ്ടത് ഈ വ്യവസ്ഥയിലാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം എബൈഡ് ഇൻ മീ, അതിൻ്റെ 15 അധ്യായം അതിൻ്റെ 4 വാക്യം, എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ എന്നിൽ വസിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ ഇതാ സ്വർഗത്തിൽ വസിപ്പിൻ. അങ്ങനെ എൻ്റെ ചിന്തകൾ നീ സ്വീകരിപ്പിൻ. അങ്ങനെ എൻ്റെ ചിന്തകളിലൂടെ ഇതാ നിനക്ക് അല്ലെങ്കിൽ എനിക്ക് നിന്നിലൂടെ ലോകത്ത് നിൻ്റെ വീട്ടിൽ വസിക്കാം, നിൻ്റെ വീട്ടിൽ പ്രവർത്തിക്കാം. അങ്ങനെ കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിയിലൂടെ കർത്താവിൽ നിന്ന് അന്നു വേണ്ട ആഹാരം, വചനം, അതായത് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്, ആ വചനം, അജ്ഞാനം നമ്മൾ സ്വീകരിച്ച് അത് പരിജ്ഞാനമായി അപ്ലൈ ചെയ്യുക. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അപ്ലൈ ചെയ്യാനുള്ള അറിവാണ്. ജ്ഞാനം, വിസ്ഡം അപ്ലൈ ചെയ്യുവാനുള്ള അറിവാണ്. നോളജ് അപ്ലൈ ചെയ്യുവാനുള്ള നോളജാണ് പരിജ്ഞാനം. അത് ആ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ജ്ഞാനം, ആ വചനം, ആ സത്യം, ഇതാ ആ വചനമാണ് ക്രിസ്തു. അത് നമ്മളിലൂടെ ഈ ലോകത്ത് വിടരണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രവൃത്തി, അങ്ങനെ നമ്മളിലൂടെ വെളിപ്പെടുന്ന പ്രവൃത്തി നമ്മളുടെ പരിശ്രമമല്ല, നമ്മളിലൂടെ യേശു ക്രിസ്തു ഫലം കായ്ക്കുകയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിലൂടെ യേശു ക്രിസ്തു ഫലം കായ്ക്കുകയാണ്. അതായത് വധുവിലൂടെ വരൻ പ്രവർത്തിക്കുന്നു. വരൻ്റെ ചിന്തകൾ, വരൻ്റെ ശക്തി ഉപയോഗിച്ച് വധുവിൻ്റെ വീട്ടിൽ ചെയ്യുന്നു. അപ്പോൾ വരൻ ചിന്ത കൊടുക്കുന്നു, വൈഫ് ആ ചിന്തകൾക്ക് ഇതാ വിധേയപ്പെടുന്നു. ഡിസിഷൻ. വരൻ വൈഫിന് തൻ്റെ ശക്തി കൊടുക്കുന്നു, വൈഫ് വരൻ തന്ന ശക്തി ഉപയോഗിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതാ അത് നമ്മുടെ ജീവിതത്തിലൂടെയുള്ള ഫലമായി തീരുകയാണ്. ഇതാണ് നമ്മൾ നടക്കേണ്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന 100 നന്മയല്ല, പകരം ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാനാണ് ദൈവത്തിന് പ്രസാദം. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ചിന്തയിലും നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ചിന്തയിലെ സൽപ്രവൃത്തികളല്ല, ദൈവം ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മളിലൂടെ കടന്നു വരണം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കൃപയാലാണ് വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. എന്തിനാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? എഫേസ്യ ലേഖനം 9 പറയുകയാണ്, സൽപ്രവൃത്തികൾക്കായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുകൂടി ചേർത്ത് പറയുകയാണ്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, എന്തിനാണ്?
ആ സൽപ്രവൃത്തികൾ നാം ചെയ്തു പോരേണ്ടതിന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അതായത് നമ്മളൊന്നായിട്ട് കണ്ടുപിടിക്കേണ്ട, ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. ആ മുന്നൊരുക്കിയിരിക്കുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പാടായി റിലീസ് ചെയ്യും, നമ്മൾ അതിലേക്ക് നയിക്കും. അത് നമ്മളിലൂടെ കടന്നു വരുമ്പോൾ അത് ഫലമാണ്. വചനത്തിൽ നിന്നുള്ള, വിത്തിൽ നിന്നുള്ള ഫലമാണ്. പക്ഷേ അടുത്ത വിഷയം അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിൽ വരും. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ നമ്മളിലൂടെ ഭൂമിയിൽ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നു. രണ്ട് രീതിയിൽ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. ഒന്ന്, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പറഞ്ഞു മലകളെ മാറ്റുവാനുള്ള വിശ്വാസം. ഫസ്റ്റ് കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നുണ്ട്, മലകളെ മാറ്റുവാനുള്ള വിശ്വാസം, പ്രവചനം, ജ്ഞാനം, പരിജ്ഞാനം, എല്ലാ മർമ്മങ്ങളെയും മനസ്സിലാക്കാൻ കഴിയും. ഇത് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലും നമ്മുടെ വിശ്വാസത്തിലും സ്വർഗത്തെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്ന്. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:4 പറയുന്നൊരു കാര്യം, ദൈവത്തിന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ആ വരനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാക്കുകൾ, വേർഡുകൾ, ഇത് ലോകത്തെ ജയിക്കുന്നു. ലോകത്തിന് അതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, കീഴടക്കാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 5 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. Whatsoever born of God overcome the world. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. And this is the victory that has overcome the world, our faith. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയും. വിശ്വാസത്താൽ, ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയും. സ്വർഗത്തെ, ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയും വിശ്വാസത്താൽ. അങ്ങനെ ഭൂമിയിൽ വരൻ്റെ ഇഷ്ടത്തെ, വരൻ്റെ ആഗ്രഹത്തെ നമ്മൾ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഫലമായി തീർന്നത്. ഇത് ഒരു രീതിയിലുള്ള ഫലം. എന്നാൽ മറ്റൊരു രീതിയിലുള്ള ഫലം എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിലേക്ക് നമ്മളായിത്തീരുകയും അങ്ങനെ അതിലൂടെ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതുമാണ്. ഫസ്റ്റ് കൊരിന്ത്യർ 13 അധ്യായത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവാത്മാവിൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. 13 അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ച 1 വാക്യം മുതലാണ്. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഇവിടെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ഓൾവേസ് കമ്പയർ ചെയ്യുകയാണ്. ഒന്ന്, ആത്മാവിൻ്റെ വരം, ഭാഷാവരങ്ങളും ജ്ഞാനവും, വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനവും. തുടർന്ന് വിശ്വാസവും. അതായത് ഒരു ഭാഗത്ത് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലൂടെ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇതെല്ലാം ചെയ്യുമ്പോഴും നിനക്ക് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്നേഹം, അഗാപ്പെ, അതില്ല എങ്കിൽ നീ വട്ടപൂജ്യമാണെന്ന് പറയുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലൂടെ നമുക്ക് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിലൂടെയും സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. ഇത് രണ്ടും കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ.
വളരെ നല്ലത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അതായത് എനിക്ക് ഭാഷാവരമുണ്ട്, എനിക്ക് പല പല കഴിവുകൾ, ആത്മീയ വരങ്ങളുണ്ട്, ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ, അഗാപ്പയില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഒരു സ്വരം ഉണ്ടാക്കത്തേ ഉള്ളൂ, ഡും 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 ഡും. ഒരു ചെമ്പിലിട്ടൊന്ന് അടിച്ച്, ഒരു കല്ലിട്ടടിച്ച് ഠിങ് കേൾക്കാം അല്ലേ? അതേപോലെ വലിയ സ്വരങ്ങളൊക്കെ ഉണ്ടാകത്തേ ഉള്ളൂ, കൈത്താളങ്ങൾ, ചിലങ്കകൾ കില 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 ശബ്ദമുണ്ടാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ സ്വർഗത്തിൽ ഭൂമിയിൽ കൊണ്ടുവരാം, ഭാഷാവരമുണ്ട്. അടുത്ത വാക്യം നമുക്ക് ശ്രദ്ധിച്ച്, എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് ദൈവത്തിൻ്റെ ചിന്തകളെ എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നത് എനിക്ക് ഭൂമിയിൽ കൊണ്ടുവരാം. സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും വേർഡ് ഓഫ് നോളജ് ഉണ്ട്, വേർഡ് ഓഫ് വിസ്ഡം ഉണ്ട്. ശുശ്രൂഷകളിൽ ഒരു മേരി കൂട്ടത്തിലുണ്ടല്ലോ, ഒരു ചാക്കോ കൂട്ടത്തിലുണ്ടല്ലോ. മേരിയുടെ വിഷയം ഇന്നതാണ്, മേരിയുടെ വയറ്റിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, മേരിയുടെ കാലിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, ചാക്കോയുടെ തലയിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. ഈ മർമ്മങ്ങളും ഈ ജ്ഞാനവും ഒക്കെ നാം ഗ്രഹിച്ചാലും മരിച്ചവരെ ഉയർപ്പിക്കാൻ തക്കോണം, രോഗികളെ സൗഖ്യമാക്കാം, മരിച്ചവരെ ഉയർപ്പിക്കാൻ തക്കോണം വിശ്വാസം ഉണ്ടായാലും. ഇതിന് വരുമ്പോൾ താഴെ പറയുക, മലകളെ നീക്കുവാൻ തക്കോണം വിശ്വാസം ഉണ്ടായാലും. അപ്പോൾ ഇതെല്ലാം നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ വരികയാണ് നമ്മളിലൂടെ. നമുക്കിങ്ങനെ വിശ്വാസത്താൽ നമുക്ക് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണം. പക്ഷേ ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം ഇതിനെ കമ്പയർ ചെയ്യുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല. ഇവിടെ അദ്ദേഹത്തെ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. എങ്കിലും ഞാൻ ഏതുമില്ല, ഐ ആം നത്തിങ് എന്തില്ലെങ്കിൽ, സ്നേഹമില്ല എങ്കിൽ, അഗാപ്പയില്ല എങ്കിൽ. ആഗാപ്പയാണ് ദൈവ സ്വഭാവം, ദൈവ സ്നേഹമാകുന്നു. ആ ദൈവിക ക്യാരക്ടറിലേക്ക് നാം വരുന്നില്ല എങ്കിൽ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിലായിരുന്നപ്പോൾ ദാസത്വ വേല ചെയ്ത് നമ്മൾ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു. പക്ഷേ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനെ എന്നേക്കും വസിക്കും. ദൈവസ്വരൂപത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ഓൾറെഡി അവിടെ ആയിക്കഴിഞ്ഞു, പൂർണ്ണമായും ക്രിസ്ത്യാനി രൂപമാണ്. എന്നാൽ നമ്മുടെ സോൾ അതിനോട് ചേരേണ്ടതായിട്ടുണ്ട് അനുസരണത്തിലൂടെ. അതിൻ്റെ പ്രോസസ്സാണ് 2 പത്രോസ് 1 4 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ 3 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. നിങ്ങൾക്ക് അത് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ഫാദേഴ്സ് ബിസിനസ് എന്ന പുസ്തകം വാങ്ങിക്കുക. ആത്മലോകാത്മ്യ വളർച്ചയും ജയിക്കാനായി വീണ്ടും ജനിച്ചവർ, ഡബിൾസ് ബിസിനസ്, പിശാചിൻ്റെ ബിസിനസ്, എഗനസ്റ്റ് ഫാദേഴ്സ് ബിസിനസ്, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയുള്ള പിശാചിൻ്റെ പദ്ധതികൾ. ഈ ബുക്കുകളൊക്കെ നിങ്ങൾ വായിക്കാൻ ജ്ഞാനവും വിവേകമൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. സ്നേഹത്തോടെ, നിങ്ങൾ തികഞ്ഞ ബഹുമാനത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവ സ്വഭാവത്തിലൂടെ നമുക്ക് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാം. അത് വേണമെങ്കിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ ദൈവ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരും. ലൂക്കോസ് 9:21 പറയുന്നത് പോലെ, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ആദ്യം തീരുമാനമാണ്. ലോകത്തെ വേണ്ട, എനിക്ക് സ്വർഗത്തെ മതി. ആദ്യം തീരുമാനം. ഇച്ഛിച്ചാൽ നമ്മുടെ തീരുമാനത്തിൽ ദൈവം കൈകടത്തത്തില്ല. തീരുമാനിക്കാനുള്ള ചിന്തകളും തീരുമാനമെടുത്താൽ അത് ചെയ്യുവാനുള്ള ശക്തിയൊക്കെ ദൈവം തരും. ഇതാണ് കൃപയിലൂടെ പ്രവർത്തനം. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൈവിക പ്രവർത്തനം. ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, അങ്ങനെയുള്ള ഒരു വൈഫിന് വേണ്ടി ജീവിക്കാനുള്ള റൈറ്റില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഭാര്യ ഭർത്താവിൻ്റെ വിഷന് വേണ്ടി വേണം ജീവിക്കാൻ. ഇതാണ് ലോകപരമായ മാരേജിനെ കുറിച്ചല്ല, ബിബ്ലിക്കൽ മാരേജ്. കാരണം ആദത്തെ ദൈവം ഉണ്ടാക്കുമ്പോൾ ആദത്തിന്
വേല പറഞ്ഞു കൊടുക്കുമ്പോൾ, അതായത് ആദത്തിന് ദർശനം കൊടുക്കുമ്പോൾ ഹവ്വയില്ല. തുടർന്ന് ആദം തൻ്റെ വേലയിലായിരിക്കുമ്പോൾ ദൈവം കാണുകയാണ് ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഇവന് തക്ക ഒരു തുണ, ഹെൽപ്പ്, സഹായിയെ കൊടുക്കണം. സഹായി എന്തിനാ? ഒരു പ്രൊജക്റ്റിന്, ഒരു വേലയ്ക്ക് മാത്രമേ ഒരു സഹായിയുടെ ആവശ്യമുള്ളൂ. ഇവന് തക്ക സഹായിയെ കൊടുക്കണം. അപ്പോൾ ആദത്തിൻ്റെ പ്രൊജക്റ്റാണ്, ആദത്തിൻ്റെ വേലയാണ് ഹവ്വയുടെ സൃഷ്ടിപ്പിൻ്റെ കാരണം. ഹവ്വയ്ക്ക് പ്രത്യേക വേലകൾ സെപ്പറേറ്റ് പറഞ്ഞില്ല, പകരം ആദത്തിൻ്റെ വേലയെ സഹായിക്കുകയാണ്. ആ വീടിൽ നിന്ന് മനസ്സിലാക്കാം, തക്ക തുണ, തക്ക സഹായിയെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സഭ ഇന്ന് വധുവാണ്. വധു വരനായ യേശുവിനെ വൈഫ് ഹൗസ് ആയിരിക്കുന്ന ഭൂമിയിലേക്ക് കൊണ്ടുവരണം, ഭൂമിയിൽ പ്രവർത്തിപ്പിക്കണം. അതിന് രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിയും. ഒന്ന് വിശ്വാസത്താലും, മറ്റൊന്ന് യേശുവിനെ അനുഗമിച്ച് ദൈവ സ്വഭാവം ആയിത്തീരുന്നതിലൂടെയും. ഇത് രണ്ടും നാം ചെയ്യണം. ഒന്നിലും കുറവ് വരുത്തരുത്. എന്നാൽ വിശ്വാസത്തിലൂടെ മാത്രം ചെയ്യുന്ന ആ പ്രവൃത്തി, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലൂടെ മാത്രം സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന പ്രവൃത്തി അധികം നാൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്വർഗീയ കുടുംബത്തിലേക്ക് മാറ്റപ്പെടേണ്ടവരാണ്. നമ്മൾ ആ സമയത്ത് ദൈവ സ്വഭാവമായില്ല എങ്കിൽ ന്യായവിധി കോടതിയുടെ ദിവസം കർത്താവ് ഇങ്ങനെ പറയും. ഇതാ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഒരു കൂട്ടം ദൈവദാസന്മാർ സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കിയവരാ. അവർ പറഞ്ഞു, യേശുവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കി രോഗികളെ സൗഖ്യമാക്കി, സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കി ഞങ്ങൾ പ്രവചിച്ചു, സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കി ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഇതൊക്കെ അവർ ചെയ്ത നല്ല കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒരു കാലത്തും അറിയുന്നില്ല. എന്തായിട്ട് അറിയുന്നില്ലെന്നാണെന്നറിയാമോ? ദാസന്മാരായിട്ടല്ല, എന്നെ പിതാവ് നിങ്ങൾക്ക് തന്നത് പുത്രനായിത്തീരാനാണ്. എന്നെ കൈക്കൊണ്ട് എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം തന്നെ. ഒരിക്കലും ഞാൻ നിങ്ങളെ ദൈവപുത്രന്മാരായി അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അതായത് ദൈവ സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ ഇന്നും അധർമ്മത്തിലാണ്, പാപത്തിലാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. അപ്പോൾ പ്രിയരെ, സ്വർഗത്തെ നമ്മളിന്ന് ഭൂമിയിൽ കൊണ്ടുവരുന്നവരായിരിക്കാം വിശ്വാസത്താൽ. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന് നല്ല കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് സ്വർഗത്തെ ദൈവത്തിൻ്റെ സ്വഭാവമായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നവരാകാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യവും കൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. സകല ജ്ഞാനവും മർമ്മവും മലകളെ മാറ്റാൻ തക്കുള്ള വിശ്വാസവും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ സ്നേഹമില്ല എങ്കിൽ വെറും വട്ടപൂജ്യമാണ്. ദൈവ സ്വഭാവമില്ല എങ്കിൽ വട്ടപൂജ്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ചോദ്യ ഉത്തര പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, തികഞ്ഞ സ്നേഹത്തോടെയാണ് ഇത് അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാ സ്നേഹത്തോട് എന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി മാത്രമാണിത് അറിയിക്കുന്നത്. ദൈവം ഹൃദയത്തിൽ ഇങ്ങനൊരു പ്രേരണ തന്നതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ആരും നരകത്തിൽ നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് ഈ പ്രേരണ നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ വീടായ ദൈവരാജ്യത്തിൽ ഒരുമിച്ചായിരിക്കണമെന്നാണ് നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം. നമുക്ക് നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായ, നമ്മുടെ രക്ഷകനായ, നമ്മുടെ കാന്തനായ യേശുക്രിസ്തുവിനോട് ഒരുമിച്ച് സ്വർഗീയ കുടുംബത്തിലേക്ക് പോകാൻ ഒരുങ്ങാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ സംശയങ്ങളെ അറിയിച്ചാൽ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ അതുകൂടെ ഉൾപ്പെടുത്തുവാൻ ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഞാനോ കൊള്ളരുതാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, അതിൽ തന്നെ പല കുറവുകളുമുണ്ട്. സ്വർഗത്തിലെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.